നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു മിററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഗോവയിൽ നിന്ന് വാങ്ങിച്ച ഒരു മിററാണ്. നമുക്കിത് ഫോൾഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിലാണെങ്കിൽ 2 സൈസിലാണ് വരുന്നത്. നമുക്ക് താഴോട്ട് നോക്കിയാൽ നല്ല ബിഗ് സൈസിൽ നമ്മുടെ ഫേസും നമ്മൾ എന്ത് സാധനം നോക്കിയാലും കാണാം. ദെൻ ഇങ്ങനെ നോക്കിയാൽ സ്മോൾ സൈസിലായിരിക്കും നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് സാധനത്തിലോട്ട് പോകാം. ഇത് ഞാൻ വാങ്ങിച്ച സാധനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഹെയർ ക്ലിപ്പ്. ദെൻ ഇത് വേറൊരു സ്ലൈഡാണ്, ഇത് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗോവയിൽ നമ്മൾ പോയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. ഈ മാല കണ്ടാലേ അറിയാം വലിയൊരു മാലയുണ്ട്. അതിൻ്റെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും കിട്ടും. സോ ഇതും നല്ല റേറ്റൊക്കെ അത്യാവശ്യം കൂടുതലുള്ള സാധനമാണിത്. അതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഇതും ഒരു മാല തന്നെയാണ്. ഇത് അധികം യൂസ് ചെയ്യാറൊന്നും ഇല്ല, മീൻസ് അതിൻ്റെ സൈസ് തന്നെ നമുക്ക് അത്രയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. ബട്ട് കാണാൻ നല്ല ലുക്കുണ്ട്, അത്യാവശ്യം യൂസ് ചെയ്യാനും പറ്റുന്ന സാധനമാണ്. ദെൻ അടുത്തത് ഈ ഒരു ഐറ്റം നമുക്ക് കാണുമ്പോഴേ പെട്ടെന്ന് ആരാന്ന് മനസ്സിലാവില്ല അറിയാത്തവർക്ക്. ബട്ട് ഇത് വാങ്ങിച്ച് നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്ക് മനസ്സിലാവും നരൂട്ടോ. ഇത് അനിയൻ വാങ്ങിച്ചു, അവൻ നരൂട്ടോയുടെ ഭയങ്കര ഒരു ഫാനാണ്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഒരു ഫാനൊക്കെയാണ്. സോ അവൻ വാങ്ങിച്ച ഐറ്റമാണിത്, നരൂട്ടോയുടെ ഒരു കീ ചെയിൻ. നല്ല റേറ്റുള്ള കീ ചെയിനാണ്, അവിടെ ബഹളം വെച്ച് വാങ്ങിച്ച ഐറ്റമാണിത്. ദെൻ ഒരു ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, നമ്മുടെ ഡെവിൾ ഐ എന്ന് പറയത്തില്ലേ, അപ്പം ആ ഒരു ഡിസൈൻ വരുന്നൊരു ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ വാങ്ങിച്ച കേട്ടോ, ഇതും ഡെവിൾ ഐയുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ നെക്കിലിടുന്നത് ഒരു പെൻസൺ പോലത്തെ ഒരു മാലയാണിത്. ഓക്കെ, ഇതാണെങ്കിൽ നമ്മൾ കൊലുസായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം, ഇങ്ങനെയുള്ള കൊലുസൊക്കെയാണ്. സോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇത് ഒരു പൗച്ച്, നമുക്കത് ക്യാഷൊക്കെ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. ഇതൊക്കെ അമ്മ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതൽ സാധനം അമ്മ വാങ്ങിച്ച ഐറ്റങ്ങളാണ്. ഞാൻ എല്ലായിടത്തും വീഡിയോ ഇടുന്നതേ ഉള്ളൂ. സോ ഇതും അത്യാവശ്യം നല്ല ലുക്കാണ്, നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളായിട്ടൊരു ഐറ്റമാണ്, കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയത്. ഇത് നമ്മുടെ കാലിലിടുന്ന ജസ്റ്റ് ഒരു കമ്മലറിങ് ഷേപ്പിൽ വരുന്ന ഒരു ഇയറിങ്സ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഗോവയിലെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഐറ്റംസ് ആണ്. കണ്ടോ, ഐ ലവ് ഗോവ. ഒരു കീ ചെയിനാണ്, ഇങ്ങനെ ഒരു കോർക്ക് വെച്ച് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു ബോട്ടിൽ. അതിൻ്റെ അകത്ത് ഷെൽസ് ഉണ്ട്, സാൻഡ്സ് ഉണ്ട്. നെക്സ്റ്റ് താണ്ട് ഈ ഒരു ഐറ്റമാണ്. ഇതൊരു മാലയാണ്, മണിമാല എന്ന് വേണ്ടിയാണ് പറയുന്നത്. ഞാനിത് അമ്മൂമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു മണിമാല, അത് നമുക്ക് റേറ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊരു ഒരു 200 റുപ്പീസിനകത്ത് കിട്ടുന്ന ഒരു മോഡലാണിത്. ദെൻ ഇനി അടുത്തതായിട്ട് വരുന്ന ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ ഗോവയിലെ സ്പെഷ്യൽ ഐറ്റമാണ്. മീൻസ് ഗോവയിലെ അങ്ങനെ മിക്ക കടയിലൊന്നും കിട്ടാറില്ല. ഞങ്ങളിത് ഓൾഡ് ഗോവയിൽ പോയപ്പോഴാണ് അവിടുത്തെ മാർക്കറ്റിൽ നിന്നാണ് ഇത് കിട്ടിയത്. ബട്ട് ഞങ്ങൾ ന്യൂ ഗോവ അതുപോലെ അവിടുത്തെ പ്ലേസിലൊക്കെ ഞങ്ങൾ ചുറ്റിയപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടതില്ല. ബട്ട് ഓൾഡ് ഗോവയിൽ ചെന്നപ്പോൾ ഇത് കാണാൻ പറ്റി. ഇതാണെങ്കിൽ നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ തൂക്കിയിടാം, അല്ലെങ്കിൽ നമ്മുടെ ടേബിളിലാണെങ്കിൽ പെൻ ഹോൾഡർ പോലെ. അതായത് ഇതിനകത്തില്ല നമുക്ക് പ്രസ് ബട്ടൺ, ആ ഒരു പെന്നാണ് ഇതിനകത്ത്. രണ്ടും ഉണ്ട്. ഇനി നമുക്ക് വേറെ 2 ബാംഗിൾസ് നോക്കാതെ. ഇത് 2 ബാംഗിൾസ് ആണ്. ഞാനിത് നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഗോവയിൽ പോയപ്പം അവിടുത്തെ ബീച്ചിൻ്റെ അടുത്തുള്ള മാർക്കറ്റിൽ നിന്നാണ് ഇത് കിട്ടിയത്. ദെൻ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നതാണ് ഗോവയിലെ മെയിൻ ഓർമ്മ. ആര് വന്നാലും ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തായാലും ഗോവയിൽ പോയിട്ടുണ്ടെന്ന്. ആ ഒരു ഐറ്റമാണിത്. ഇത് കണ്ടോ, ഗോവയിലെ ഗ്ലാസ്സസ് ആണിത് കേട്ടോ. 2 എണ്ണം വാങ്ങിച്ചു. ഇത് ഞങ്ങൾ ഒരു കോംബോ ഓഫറിൽ വാങ്ങിച്ചാണ് ഈ 2 ഗ്ലാസ്സസ്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 2 ഗ്ലാസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റേറ്റിൽ കിട്ടും. അപ്പം ഒരുപോലെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഗ്ലാസ്. ഇത് കുറച്ച് ലോങ്ങും ഇത് കുറച്ച് സ്മോളും. ഒരു ബിഗ് സൈസ്, ഇത് ലാർജ് ഒരു മോഡൽ വരുന്നതാണ് 2 എണ്ണം. അതിൻ്റെ കളറൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് ഐറ്റമാണ് ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. എനിക്ക് ബ്രേസ്ലെറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. നല്ല ലുക്കുണ്ട്. എന്തോ കുറേ സ്റ്റോൺസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മജന്ത മെറൂൺ ഷെയ്ഡ് അതുപോലുള്ളതാണ്. ലൈറ്റും വരും ഡാർക്കും വരും. പിന്നെ ഇത് മിക്സ്ഡ് കളർ വരുന്നതാണ്, ബ്ലാക്ക് വൈറ്റ്, പിന്നെ ഒരു സാൻഡിൻ്റെ ഷെയ്ഡ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു റിബൺ, നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഓരോരുത്തരും കാണിച്ചു തരാം. ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട് കണ്ടിട്ട്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ കണ്ടപ്പോൾ ഒരു ക്യൂട്ട് ലുക്ക് തോന്നി. ഇത് പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ചീപ്പ് റേറ്റ് കേട്ടോ. ഇതിന് തീരെ വില കുറവാണ്. സോ ഒരു പിങ്ക് കളറ്, പിങ്കും റെഡും അതുപോലെ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു. ഇനി നെക്സ്റ്റ് ആണ്, ഇതൊരു സിമ്പിൾ സാധനമാണ്, മറ്റൊന്നും അല്ല. ഞങ്ങൾ ഓൾഡ് ഗോവയിൽ പോയപ്പം നമ്മുടെ ശിവൻ ടെമ്പിളിൽ പോയായിരുന്നു കേട്ടോ. ശിവൻ്റെ ഒരു അമ്പലത്തിൽ പോയി. അപ്പം അവിടുന്ന് വാങ്ങിച്ച രുദ്രാക്ഷത്തിൻ്റെ ചരടാണിത്. ഇത് മൊത്തം 2 സെറ്റ് വാങ്ങിച്ചത്. ഒരു സെറ്റിൽ 2 എണ്ണം വെച്ചാണുള്ളത്. മറ്റേത് ഓൾറെഡി അമ്മ ഇട്ടു. പിന്നെ ഇനി ബാലൻസ് ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ആണ്. അവർ റെഡ് കളർ വാങ്ങിച്ചു. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അച്ഛനും ബ്ലാക്കാണ് വാങ്ങിച്ചത്. അതത്രേ ഉള്ളൂ. അത് ഓക്കെ. ഇനി നമുക്ക് കാണിക്കാനുള്ള എന്താ, അപ്പം ലാസ്റ്റായിട്ട് ഇനി ഇത് മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട്. നിങ്ങൾ നേരത്തെ വിചാരിച്ചാണ് ഈ സംഭവം എന്ത് ഇരിക്കുന്നത്. ഗോവ എന്ന് എഴുതിയിട്ടുണ്ട്, പേൾസ് ജ്വല്ലറി എന്ന് എഴുതിയിട്ടുണ്ട്, ഗോവ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. സോ
സോ ഈ ഇതിനകത്തുള്ളത് 4 സെറ്റ് മാല, കമ്മൽ, അതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റും വരുന്നുണ്ട്. മീൻസ് നമ്മുടെ മാല ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ബാംഗിൾസ്. ഞാൻ നേരത്തെ എക്സ്ട്രാ വാങ്ങിച്ച ബാംഗിളില്ല, അതേ മോഡൽ വരുന്നതാണ് ഈ സെറ്റിലുള്ള ബാംഗിൾസ്. സോ ഫസ്റ്റ് ആണെങ്കിൽ ഒരു ബാംഗിളുണ്ട് ഇതിനകത്ത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ ദേ മാലയാണ് കേട്ടോ, നല്ലൊരു മാലയാണ്. എനിക്ക് ഇതിൻ്റെ സ്റ്റോണാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സ്റ്റോണും പിന്നെ ഈ ഒരു കവറിങ്ങിൽ സിൽവർ ഷെയ്ഡ്, നല്ല എടുത്ത് കാണിക്കുന്ന ഒരു സിൽവർ ഷെയ്ഡാണിത്. സോ മാല, അതുപോലെ ആണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ്, ദെൻ അതാണ്ട് ഇനി ഒരു കമ്മലും കൂടെ ഉണ്ട് കൂടെ. അപ്പം ഈ ഒരു സെറ്റിനകത്ത് വരുന്നത് മാലയും ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ കമ്മലുമാണ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഫൈനലായിട്ട് വേറൊരു സാധനങ്ങളും ഉണ്ട് കേട്ടോ, ഞാനത് വിട്ടുപോയാണ് ഇടയ്ക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇത് ഗ്രീൻ ലേസർ പോയിൻറ്ററാണ് കേട്ടോ. ഇത് അന്യം വാങ്ങിച്ചതാണ്, അവന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണിത്. അവൻ ഇത് തന്നെ വാങ്ങിച്ചു, അവന് വേറൊന്നും കിട്ടിയില്ല ഇവിടുന്ന്. അവനായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. ഇവൻ ആരും ഇത് എടുക്കാനൊന്നും സമ്മതിക്കാറില്ല. നോർമലി ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവൻ തന്നെയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കാണണ്ടേ. അപ്പം ഞാൻ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചാൽ ഈ സംഭവം. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനത് പ്ലേ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ലുക്ക്, എന്താ പറയുക, ഒരു ഡിസ്കോ മൂഡ് വരും നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക്. സോ നമുക്കിനി അത് കണ്ടു നോക്കാം. ഇപ്പം നിങ്ങളും വണ്ടറായില്ലേ, ജസ്റ്റ് ഒരു പെൻ പോലുള്ളൊരു സാധനം വെച്ച് എന്തൊക്കെയാണ് ഇവിടെ നടന്നത്. അത് കാണുമ്പോഴേ നമുക്ക് ഡാൻസിൻ്റെ ഒരു മൂഡ് വരും. അത്രയ്ക്ക് നല്ല രസമാണ്. ഈ ഒരു ഹോളിൽ നിന്നാണ്, ഈ പോയിൻറ്റിനകത്താണ് ഈ ലേസറൊക്കെ വരുന്നത്. സോ ഇത്രയും സാധനങ്ങളാണ് ഗോവയിൽ നിന്ന് വാങ്ങിച്ച, എന്താ പറയുക, കുറച്ച് സ്റ്റേഷനറി, അതുപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് ഫാൻസി ഐറ്റംസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ടോട്ടൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ചിലവായിരുന്നു ഗോവയിൽ പോയിട്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മീൻസ് അത്ര ഈ ഐറ്റംസിനൊക്കെ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ, ബൈ ബൈ. ദെൻ ഒരു കാര്യം നിങ്ങൾ മറക്കുക ചെയ്യരുത്, മറ്റൊന്നുമല്ല, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.